ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, US ട്രേഡ് ഡീൽ, ഇന്ത്യ സ്റ്റിൽ ടാർഗറ്റിംഗ് ജൂലൈ ഡെഡ്ലൈൻ. അതായത് ഇൻഡോ US ട്രേഡ് ഡീലിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെ കീ ഇഷ്യൂസ് ആണ് ഇനി നമ്മൾ പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ് ആ ഒരു ന്യൂസിൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, റെയർ ഗ്രേറ്റ് ഹോൺബിൽ സൈറ്റിംഗ് ഇൻ ഏഴിമല സ്പാർക്സ് റിന്യൂഡ് കോൾ ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അതായത് ഗ്രേറ്റ് ഹോൺബിലിനെ അവരുടെ തനതായ വാസസ്ഥലത്തു നിന്ന് മാറി ഏഴിമല കോസ്റ്റൽ ഏരിയാസിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സോ അത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. തേർഡ് വൺ, ഇന്ത്യ ബ്രസീൽ പാർട്ണർഷിപ്പ് ഈസ് റെലവന്റ് ഫോർ ദ വേൾഡ്, മോദി. അതായത് ബ്രിക്സ് സമ്മിറ്റിന് പങ്കെടുക്കാനായിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റിയോയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യ ബ്രസീൽ കോപ്പറേഷൻ എത്രത്തോളമാണ് നമുക്ക് പ്രാധാന്യം എന്നുള്ളതാണ് ആ ഒരു ന്യൂസിൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ദ ഡാർക്ക് സൈൻസ് ഓഫ് റെസ്ട്രിക്റ്റഡ് ഓർ സെലക്റ്റീവ് ഫ്രാഞ്ചൈസ്. അതായത് ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു മൂവ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇലക്ടറൽ റോൾസ് കംപ്ലീറ്റ്ലി റീസ്ട്രക്ചർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇനി ഓരോ ആർട്ടിക്കിൾസും നമുക്ക് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ, US ട്രേഡ് ഡീൽ, ഇന്ത്യ സ്റ്റിൽ ടാർഗറ്റിംഗ് ജൂലൈ ഡെഡ്ലൈൻ. അതായത് ഇന്ത്യ US അവരുടെ മിനി ട്രേഡ് ഡീല് ഫൈനലൈസ് ചെയ്യുന്നതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. സോ എന്താണ് ഈ ഒരു ട്രേഡ് ഡീലിന്റെ ബാക്ക്ഗ്രൗണ്ട്? അതായത് ട്രംപ് അധികാരമേറ്റ ആ ഒരു ടൈമിൽ തന്നെ 14 കൺട്രീസിന്റെ ഇമ്പോർട്ടിനും കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഹയർ താരിഫ് ഇമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 14 കൺട്രീസിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ല. സോ ഇന്ത്യയുടെ ഫൈനൽ ട്രേഡ് പ്രപ്പോസൽസ് യുഎസിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ ഇനി ഒരു ചേഞ്ചും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള നിലപാട്. ഈ ഒരു ഡീല് സൈൻ ചെയ്യുന്നെങ്കിൽ അത് ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റുമായിട്ട് അലൈൻ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. സോ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഈ ഒരു ട്രേഡ് ഡീലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അതായത് യുഎസിന് ഇന്ത്യയിലേക്ക് ഈ പറഞ്ഞ GM പ്രോഡക്ട്സ് ആയ സോയാബീൻ മീല്, DDGS ഡിസ്റ്റിലേഴ്സ് ഡ്രൈഡ് ഗ്രെയിൻസ് വിത്ത് സോലുബിൾസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇന്ത്യ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ GM സേഫ്റ്റി ആയാലും ഡൊമസ്റ്റിക് പോളിസീസ് ആയാലും ഈ പറയുന്ന ഇമ്പോർട്ടിന് എതിരാണ്. സെക്കൻഡ് വൺ, ഡയറി ഇമ്പോർട്ട്സ് ആണ്. അതായത് ഇന്ത്യയുടെ റിലീജിയസ് ആൻഡ് റെഗുലേറ്ററി പോളിസീസ് ഇമ്പോർട്ടഡ് ഡയറിക്ക് റെസ്ട്രിക്ഷൻസും മറ്റുമൊക്കെ പറയുന്നുണ്ട്. സോ അതും ഒരു കൺസേൺ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ആൻഡ് ഇത് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും അതേപോലെ തന്നെ എത്തിക്സിലും ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ US ബൈലാറ്ററൽ ട്രേഡ് ആൻഡ് എക്കോണമിക് ഡിപ്ലോമസി, ട്രേഡ് പ്രൊട്ടക്ഷനിസം, താരിഫ് പോളിസി, GM ക്രോപ്പ് റെഗുലേഷൻസ് ആൻഡ് ട്രേഡ് നെഗോസിയേഷൻസ്, ബാലൻസിംഗ് ട്രേഡ് ഗെയിൻസ് വേഴ്സസ് ഹെൽത്ത് ഓർ എൻവയോൺമെന്റൽ സേഫ്റ്റി, GM ഇഷ്യൂ. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ്ലി മെയിൻസിന് ഇതിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് what is the significance of Indo-US defense deals over Indo-Russian defense deals discussed with reference to stability in the Indo-Pacific region. അതായത് ആ ഒരു ടൈമിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിനെ കുറിച്ചായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇൻഡോ പസഫിക്കിലെ റീജിയണൽ സ്റ്റെബിലിറ്റിയും മറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു. സോ ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം? ഹൗ ഡു റീസൺ Indo-US ട്രേഡ് നെഗോസിയേഷൻ റിഫ്ലക്ട് ഇന്ത്യ സ്ട്രാറ്റജിക് റോൾ ഇൻ എ മൾട്ടിപോളാർ ഗ്ലോബൽ എക്കോണമി ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ഓൺഗോയിങ് താരിഫ് റീഅലൈൻമെന്റ്സ്. അതായത് മിലിറ്ററി സ്ട്രാറ്റജിയിൽ നിന്ന് മാറി എക്കോണമിക് സ്ട്രാറ്റജി ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ മെയിൻസിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് സെക്കൻഡ് വൺ, റെയർ ഗ്രേറ്റ് ഹോൺബിൽ സൈറ്റിംഗ് ഇൻ ഏഴിമല സ്പാർക്സ് റിന്യൂഡ് കോൾസ് ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അതായത് ഗ്രേറ്റ് ഹോൺബിലിനെ അവരുടെ തനതായ വാസസ്ഥലത്തു നിന്നും മാറി ഏഴിമല കോസ്റ്റൽ റീജിയനിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സോ എത്രത്തോളമാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ന്യൂസിൽ നോക്കുന്നത്. സോ ഈ ഒരു ഏഴിമല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ്. അതായത് ടിപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഹാബിറ്റാറ്റിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്. സോ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത്? ഗ്രേറ്റ് ഹോൺബിൽസ് എന്ന് പറയുന്നത് യൂഷ്വലി എവർഗ്രീൻ ആൻഡ് മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിലാണ് കൂടുതലും കാണപ്പെടുക. അതായത് സൈലന്റ് വാലി, ആറളം, ആതിരപ്പള്ളി തുടങ്ങിയ റീജിയൻസിലാണ് നമ്മൾ കൂടുതലും ഈ പറയുന്ന ഗ്രേറ്റ് ഹോൺബിൽസിനെ കാണുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കോസ്റ്റൽ ബെൽറ്റിലേക്ക് അവരുടെ അപ്പിയറൻസ് കാണാൻ സാധിക്കുന്നത്? മെയിൻലി അതൊരു ഹാബിറ്റാറ്റ് ഷിഫ്റ്റോ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് എക്സ്പാൻഷനോ മറ്റുമായിരിക്കാം. അല്ലെങ്കിൽ എക്കോളജിക്കൽ ഹെൽത്ത്, ഫ്രൂട്ട് അബൻഡൻസ് ഒക്കെ കോസ്റ്റൽ ഹിൽസിൽ വളരെയധികം കൂടുതലായത് കൊണ്ടാകാം.
ഏഴിമല റീജിയൻസിന്റെ ബയോഡൈവേഴ്സിറ്റി റിച്ച്നെസ്സും ഇതിനൊരു കാരണമായിട്ട് മാറാം. ഇനി ഗ്രേറ്റ് ഹോൺബിലിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലും അതേണക്കന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമാണ് കൂടുതലായിട്ടും ഗ്രേറ്റ് ഹോൺബില്ല് കാണപ്പെടുന്നത്. പ്രീഡോമിനന്റ്ലി ഇവ ഫ്രൂട്ട്സ് ആയിരിക്കും കൺസ്യൂം ചെയ്യുക. അതേപോലെ തന്നെ IUCN റെഡ് ലിസ്റ്റില് 2018 തൊട്ട് വൾനറബിൾ കാറ്റഗറിയിൽ ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ് ബേർഡ് ആയിട്ടും നമ്മൾ ഗ്രേറ്റ് ഹോൺബിലിനെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ 2016 ഗ്രേറ്റ് ഹോൺബിലിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. In which of the following regions of India are you most likely to come across the great hornbill in its natural habitat? അതായത് ഗ്രേറ്റ് ഹോൺബിലിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിനെ കുറിച്ചായിരുന്നു ക്വസ്റ്റ്യൻ. വെസ്റ്റേൺ ഗട്ട്സ് ആയിരുന്നു ആൻസർ. സോ ഗ്രേറ്റ് ഹോൺബില് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക് ആണ് UPSC പോയിന്റ് ഓഫ് വ്യൂല്. ആൻഡ് നെക്സ്റ്റ്, ഇന്ത്യ ബ്രസീൽ പാർട്ണർഷിപ്പ് ഈസ് റെലവന്റ് ഫോർ ദ വേൾഡ്. മോദി, അതായത് ബ്രിക്സ് സമ്മിറ്റിൽ പങ്കെടുക്കാനായിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റിയോയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യ ബ്രസീൽ കോപ്പറേഷൻ നമുക്ക് എത്രത്തോളമാണ് പ്രാധാന്യമുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൽ നമ്മൾ നോക്കുന്നത്. ബ്രസീലിന്റെ പ്രസിഡന്റിനെ അദ്ദേഹം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേണക്ക് തന്നെ ബ്രസീലിന്റെ ഹയസ്റ്റ് സിവിലിയൻ ഓണറായ ഗ്രാൻഡ് കോളർ ഓഫ് ദ നാഷണൽ ഓർഡർ ഓഫ് സദേൺ ക്രോസ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഇത്രത്തോളം സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ്? മോദി ബ്രസീൽ പ്രസിഡന്റ് ലുലേനെ ഇൻഡോ ബ്രസീൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന്റെ ചീഫ് ആർക്കിടെക്ട് ആയിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സോ ബ്രസീൽ എന്ന് പറയുന്നത് പില്ലർ ഫോർ സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ഗ്ലോബൽ അഫയേഴ്സ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ ഇഷ്യൂസ് സോൾവ് ചെയ്യണമെങ്കിൽ ഡയലോഗ് ആൻഡ് ഡിപ്ലോമസിയാണ് ഇന്ന് ഏറ്റവും ആവശ്യം എന്നുള്ളതാണ് രണ്ടു കൂട്ടരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ഗ്ലോബൽ സൗത്ത് കോപ്പറേഷൻ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ്? കാരണം ഇന്ത്യ ആയാലും അതേണക്ക് തന്നെ ബ്രസീൽ ആയാലും വളരെയധികം വാല്യൂസ് ഷെയർ ചെയ്യുന്ന ലാർജ് ഡെമോക്രസി ഫോളോ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ്. സോ ഗ്ലോബൽ സൗത്തിലായാലും ഗ്ലോബൽ ഗവേണൻസ് റീഫോമിലായാലും ഒക്കെ ഇന്ത്യക്കായാലും ബ്രസീലിനായാലും ഒക്കെ വൈറ്റൽ റോള് പ്ലേ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ മൾട്ടിലാറ്ററൽ പ്ലാറ്റ്ഫോംസ് ആയ ബ്രിക്സ്, G20, UN തന്നെ രണ്ടുപേരുടെയും കോർഡിനേഷൻ വളരെയധികം രണ്ട് രാജ്യങ്ങളെയും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഏതൊക്കെ എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തത് നമുക്ക് നോക്കാം. 6 കീ ഏരിയാസിനാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. റിന്യൂവബിൾ എനർജി കോർപ്പറേഷൻ, കൗണ്ടർ ടെററിസം കൊലാബറേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഡിജിറ്റൽ പേയ്മെന്റ് ആൻഡ് UPI അഡോപ്ഷൻ ബ്രസീൽ. ഇത്രയും കാര്യങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ടാണ് എഗ്രിമെന്റ്സ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇനി എക്കോണമിക് ഗോൾസ് എന്തൊക്കെയാണ്? അടുത്ത 5 വർഷത്തിനുള്ളിൽ ബൈലാറ്ററൽ ട്രേഡ് $20 ബില്യണിലേക്ക് ഇൻക്രീസ് ചെയ്യണമെന്നാണ് അവരുടെ ടാർഗറ്റ്. അതേപോലെ തന്നെ ഡിഫൻസ് ഇൻഡസ്ട്രി കൊലാബറേഷൻ രണ്ട് രാജ്യങ്ങളും വളരെയധികം ബൂസ്റ്റ് ചെയ്യാനുള്ള പ്ലാനുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. സോ UPI ആക്സെപ്റ്റൻസ് ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, മൗറീഷ്യസ്, ഫ്രാൻസ്, സിംഗപ്പൂർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാൻ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഇത്രയും രാജ്യങ്ങളാണ് നിലവിലെ UPI ആക്സെപ്റ്റൻസ് ഉള്ളത്. ആൻഡ് ഈ ഒരു ന്യൂസ് GS2ലും അതേണക്കന്നെ GS3ലും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യസ് റിലേഷൻ വിത്ത് ലാറ്റിൻ അമേരിക്ക, ഇന്ത്യസ് റോൾ ഇൻ ദ ഗ്ലോബൽ സൗത്ത്, മൾട്ടിലാറ്ററൽ ഡിപ്ലോമസി that is BRICS, G20, etc., UPI internationalization, strategic industries and defense export, renewable energy policy. ഇത്രയും കാര്യങ്ങളിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് UPSCയുടെ മെയിൻസിനെ എങ്ങനെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം? അതായത് India's partnership with Brazil is not just bilateral but a reflection of shared democratic values and a collective vision for the global south. ഡിസ്കസ് ഇൻ ലൈറ്റ് ഓഫ് ദ റീസെന്റ് ഡെവലപ്മെന്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെടുത്തി UPSCക്ക് ചോദിക്കാവുന്നതാണ്. ദ ലാസ്റ്റ് വൺ, ദ ഡാർക്ക് സൈൻസ് ഓഫ് റെസ്ട്രിക്റ്റഡ് ഓർ സെലക്റ്റീവ് ഫ്രാഞ്ചൈസ്. അതായത് ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ 20 വർഷത്തിന് ശേഷമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നത്. ഇലക്ട്രൽ റോൾസിന്റെ ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചറിംഗ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ നോക്കുന്നത്. ആർട്ടിക്കിൾ 324 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതേണക്കന്നെ സെക്ഷൻ 21 ക്ലോസ് 3 ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. സോ എന്താണ് ഇതിന്റെ മേജർ എയിം? അതായത് ഇലക്ട്രൽ റോളിൽ എലിജിബിൾ ആയിട്ടുള്ള സിറ്റിസൺസിനെ ഇൻക്ലൂഡ് ചെയ്യുക. ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചറിംഗ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇവിടെ ഉദ്ദേശിക്കുന്നത്. 18 വയസ്സായിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനെയും ഇലക്ട്രൽ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതേണക്ക് തന്നെ ഇൻഎലിജിബിൾ ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻസ് ഒക്കെ വളരെയധികം അവോയ്ഡ് ചെയ്യുക. ഡെഡ് ഓർ മൈഗ്രന്റ് എൻട്രീസിനെ എക്സ്ക്ലൂഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും അവരുടെ ഒബ്ജക്റ്റീവ്സിന്റെ ഭാഗമായിട്ടുണ്ട്.
ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അറിയിപ്പ്. കാരണം അതിനായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനെ മറ്റുമൊക്കെ ഈ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇലക്ട്രൽ റോൾസ് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആവുന്നത്? അതായത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഒരു രാജ്യത്തിന് കണ്ടക്ട് ചെയ്യണമെങ്കിൽ, അതേപോലെ തന്നെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രൽ റോള് വളരെയധികം സിഗ്നിഫിക്കന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിൽ മേജർ ഇഷ്യൂസ് എന്തൊക്കെയാണ്? എന്തുകൊണ്ട് ഈ പറഞ്ഞ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രോഗ്രാം ഇത്രത്തോളം ഡിബേറ്റ്സ് സൃഷ്ടിക്കുന്നു? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ സഡൻ ആൻഡ് ഒപ്പേക്ക് ഇംപ്ലിമെന്റേഷൻ ആയിരുന്നു. കാരണം പ്രയർ നോട്ടീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. സോ ഇത് വളരെയധികം കൺഫ്യൂഷനും അതേ കണക്കിന് ക്രിറ്റിസിസവും ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു സഡൻ ആയിട്ടുള്ള ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2016 ഡിമോണിറ്റൈസേഷനും അതേ കണക്കിന് ആസാമിന്റെ NRC കാര്യങ്ങളും ഒക്കെ പോലെ തീരെ പ്ലാനിങ് ഇല്ലാതെ വളരെ സഡൻ ആയിട്ടുള്ള രീതിയിൽ വോട്ട് ബാങ്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു മൂവ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് ഒന്നാമത്തെ കൺസേൺ. ആൻഡ് സെക്കൻഡ് കൺസേൺ എന്ന് പറയുന്നത് മാസീവ് സ്കെയിൽ ആൻഡ് ടൈം കൺസ്ട്രെയിന്റ്. കാരണം ബീഹാർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റില് 1 മന്ത് കൊണ്ട് 50 മില്യൺ ആൾക്കാരെങ്കിലും കുറഞ്ഞത് ടാർഗറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വളരെയധികം പീക്ക് മൺസൂൺ ആണ്, അതേപോലെ തന്നെ മൈഗ്രേഷൻ സീസൺ ആണ്. സോ എത്രത്തോളം ഇതൊരു പ്രാക്ടിക്കൽ വേ ആവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ജെന്യുവൻ വോട്ടേഴ്സിന്റെ എക്സ്ക്ലൂഷൻ റിസ്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മൈഗ്രൻസിനെയും റൂറൽ പോറിനെയും ഒക്കെ തന്നെ ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് തേർഡ് കൺസേൺ എന്ന് പറഞ്ഞാൽ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് ആണ്. കാരണം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ഡോക്യുമെന്റ്സ് ആയ ആധാർ, റേഷൻ കാർഡ്, ജോബ് കാർഡ്, വോട്ടർ ID തുടങ്ങിയവ ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം റെയർ ഡോക്യുമെന്റ്സ് ആയ ബർത്ത് സർട്ടിഫിക്കറ്റ്സ്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്സ്, ലാൻഡ് ഓർ ഹൗസ് ഓണർഷിപ്പ് റെക്കോർഡ്സ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ്, പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവൻ ആധാർ പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെയധികം കൺസേൺസും കൺഫ്യൂഷൻസും സൃഷ്ടിച്ചിട്ടുണ്ട്. സോ ഇത് പൂർ ആൻഡ് ലാൻഡ്ലെസ് ലെസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മൈഗ്രേറ്ററി പോപ്പുലേഷനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. ആൻഡ് ഫോർത്ത് കൺസേൺ എന്ന് പറഞ്ഞ മൈഗ്രേഷൻ റിലേറ്റഡ് ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് ആണ്. അതായത് വർക്കിനായാലും അതേ കണക്ക് തന്നെ എഡ്യൂക്കേഷന്റെ കാര്യത്തിനൊക്കെ ആയാലും പുറത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരെ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം അവരെ നോൺ റെസിഡന്റ് ആയിട്ടായിരിക്കും മേ ബി ലേബൽ ചെയ്യുക. ആൻഡ് ഫിഫ്ത്ത് കൺസേൺ എന്ന് പറയുന്നത് റിവേഴ്സൽ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. കാരണം ഇവിടെ സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് അല്ല, ഇവിടെ സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യേണ്ടത് ആ ഇൻഡിവിജ്വലിന്റെ ബർഡൻ ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇന്നസെന്റ് ആൻഡിൽ പ്രൂവൻ ഗിൽറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളിനെ ഇവിടെ ടോട്ടലി അണ്ടർമൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ മേജർ കൺസേൺസ് ആണ് ഇവിടെ ഉള്ളത്? അതായത് പൊട്ടൻഷ്യൽ മാസ് ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റിനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അവരുടെ വോട്ടിംഗ് റൈറ്റ്സും മറ്റുമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ അവരെ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസ് ആയിട്ടായിരിക്കും കാണുക. അതേപോലെ തന്നെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ വയലേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 326 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എല്ലാ അഡൽട്ട് സിറ്റിസൺസിനും വോട്ടിംഗ് റൈറ്റ്സ് എൻഷുർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ പ്രോപ്പർട്ടി ബേസ്ഡ് ഡോക്യുമെന്റേഷൻ ആവുമ്പോൾ യൂണിവേഴ്സൽ സഫറേജിനെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കുകയും ചെയ്യും. ആൻഡ് ദെൻ പോസിബിലിറ്റി ഓഫ് നാഷണൽ റോൾ റെപ്ലിക്കേഷൻ. അതായത് ബീഹാറിലാണ് ഈ പറയുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ കൂടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതൊരു പാൻ ഇന്ത്യൻ രീതിയിലേക്ക് മാറ്റുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS1ലും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. ഇലക്ട്രൽ റിഫോംസ്, റോൾ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അക്കൗണ്ടബിലിറ്റി, ഫെഡറലിസം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, വൾനറബിൾ സെക്ഷൻസ് ദാറ്റ് ഈസ് മൈഗ്രൻസ്, റൂറൽ പോർ ഓർ ലാൻഡ്ലെസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എക്സ്ക്ലൂഷൻ, ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു മുന്നേ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ലോ കമ്മീഷൻ പ്രൊമോട്ടഡ് 1 നേഷൻ 1 ഇലക്ഷൻ എന്ന രീതിയിൽ UPSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ഇലക്ട്രൽ റിഫോംസ് മസ്റ്റ് ബാലൻസ് ഇന്റഗ്രിറ്റി വിത്ത് ഇൻക്ലൂസിവിറ്റി, ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ദ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രോസസ് ഇനിഷ്യേറ്റഡ് ഇൻ ബീഹാർ ഇൻ 2025 എന്ന രീതിക്ക് മെയിൻസിന് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽസും അതേ കണക്ക് തന്നെ ന്യൂസും ഒക്കെ നോക്കിയിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.